വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവലിംഗ് വിത്ത് ഐഷ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ തമിഴിൽ കണ്ടിട്ട് മനസ്സിലാവും എവിടേക്കാണ് പോണത്, എന്താ പോകണമെന്നൊക്കെ. അപ്പം കൂടുതൽ വാചകടിയൊന്നുമില്ല, നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് അങ്ങോട്ട് പോവാം അല്ലേ. അപ്പോൾ ഈ വഴി എൻ്റെ എല്ലാ വീഡിയോസിലും മിക്ക ഷോർട്സിലും കണ്ടിട്ടുണ്ടാവും. ഈ വഴി ഏതാണ്? അപ്പോൾ ആനമലൈ റൂട്ടാണ്. നമ്മൾ പൊള്ളാച്ചി ടു ആനമലൈ, അവിടെ നിന്ന് അങ്ങനെ പറമ്പിക്കുളമാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ഇതാണ് നമ്മുടെ ആനമലൈ ചെക്ക് പോസ്റ്റ്. ഇവിടുന്ന് ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു 45 കിലോമീറ്റർ അടുത്തുണ്ട് നമ്മുടെ പറമ്പിക്കുളത്തേക്ക്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ തവണയാണ് ഈ ഒരു റൂട്ട് വരുന്നത്. നമ്മൾ ആദ്യം വന്നത് ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലത്തേക്കാണ്. അവിടെ കാണാനായിട്ടൊന്നുമില്ല, ചെറിയൊരു കഫ്റ്റേരിയ മാത്രമേ ഉള്ളൂ അവിടെ. നിന്ന് അങ്ങോട്ടുള്ളതാണ് പിന്നെ നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ. അതുവരെ നമ്മൾ പോയിട്ടുണ്ട് ഫസ്റ്റ് ടൈം. ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ്. ഈ പോകുന്ന വഴികളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാട്ടോ ഈ പറമ്പിക്കുളത്തേക്ക് എന്ന് പറയുമ്പോൾ. നല്ല രസമാണ് പോകാൻ. കാടും കുരങ്ങന്മാരും ഭയങ്കര അടിപൊളിയാണ്, മലയും അങ്ങനെ. അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ തവണ ചൂസ് ചെയ്യാൻ കാരണം ഈ ഒരു റൂട്ട് ആയതുകൊണ്ടാണ്. ഈ കാട്ടിലൂടെയുള്ള ഈ ഒരു യാത്ര എന്ന് വെച്ചാൽ വലിയ കാടൊന്നുമല്ല, നമ്മുടെ മസ്നഗുഡി എന്നുള്ള പോലെയുള്ള വലിയ കാടൊന്നുമല്ല, ഒരു ചെറിയൊരു കാട്. അതിലൂടെ കുറച്ച് നേരം യാത്ര ചെയ്യാം. ഇതാണ് നമ്മുടെ ടോപ്പ് സ്ലിപ്പ് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് നമ്മൾ ഒരു ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട് കേരള വണ്ടിക്ക് കേട്ടോ. തമിഴ്നാട് വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ വേണ്ട. ഇതാണ് നമ്മുടെ പറമ്പിക്കുളത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഇക്കാടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആളെല്ലാം സെറ്റാക്കിയതുകൊണ്ട് നമ്മൾ അവിടുന്ന് ടിക്കറ്റിൻ്റെ പ്രൈസും അതുപോലെ നമ്മൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അവിടുത്തെ ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കൊടുക്കണമായിരുന്നു. ഇനി ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫർമേഷൻ സെൻറ്റർ കിട്ടും. അവിടെ നിന്നാണ് നമുക്ക് ഒരു ഗൈഡ് ഉണ്ടാവും. ഒപ്പം നമ്മുടെ ഫുള്ളായിട്ടുള്ള നമ്മുടെ ജേർണിയിൽ ആളും കൂടെ ഉണ്ടാവും. അത് അവിടെ മസ്റ്റാണ്. നമുക്ക് ഗൈഡില്ലാതെ നമുക്ക് അങ്ങ് പോകാൻ പറ്റില്ല.
വരുന്ന വഴിയിൽ ഇതേ ഈ ഒരു സൈറ്റിംഗ് ആണ്, നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് ആണ്. ആക്ച്വലി അവരെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമായിരുന്നു. ഇത്തിരി വെയിലൊന്നുമില്ല, തണൽ നോക്കി. കണ്ടോ അവിടെ ഒരുപാട് കാണുന്നുണ്ട്, കണ്ടോ ഒരുപാടുണ്ട്. ആക്ച്വലി ഒരെണ്ണത്തിനെ കണ്ടിട്ടാണ് നമ്മൾ നിർത്തിയത്, പക്ഷെ നോക്കുമ്പോൾ അവിടെ എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുകയായിരുന്നു. ഇൻഫോർമേഷൻ സെൻറ്ററിലെത്തി. ഇവിടെ നിന്നാണ് നമുക്ക് ഗൈഡിനെ തരുന്നത് കേട്ടോ. ആൻഡ് കുരങ്ങന്മാരുടെ ശല്യം നല്ല പോലെ ഉണ്ട്. അപ്പം നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഗ്ലാസ്സൊക്കെ കയറ്റി വേണം ഇറങ്ങാൻ. നമ്മുടെ കയ്യിൽ നിന്ന് 1-2 ഫുഡ് അവരെടുത്ത് കൊണ്ടുപോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആനിമലിനെ ഫീഡ് ചെയ്യുന്നത് അത് പണിഷ്മെൻറ്റ് നമുക്ക് കിട്ടും. കാരണം അവർ നാച്ചുറലായിട്ടുള്ള ഫുഡ് കഴിക്കുന്നവരാണ്. ഇപ്പം നമ്മൾ അവരെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ പോവും. അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഫീഡ് ചെയ്യരുത്. ഇപ്പോൾ അവിടുന്ന് നമ്മൾ ഗൈഡിനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവരുടെ ആ ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് ഫുഡ് കഴിക്കാനും അതുപോലെ അവരുടെ ബാഗ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കൂടെയാണ് അവരുണ്ടാവുക. അപ്പോൾ അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള സ്പേസൊക്കെ അവിടെ തന്നെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പറമ്പിക്കുളത്ത് ഒത്തിരി നമുക്ക് കാണാനുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും വരരുത്. കാരണം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഈ ഡാമുകളും അതിൻ്റെ ഒരു വ്യൂ പോയിൻറ്റുകളും പിന്നെ ഈ കാട്ടിലൂടെയുള്ള ഈ യാത്രയും ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അങ്ങനെയൊന്നുമില്ല. 2-3 സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. അത് നമുക്ക് കാണാം, വഴിയെ കാണാം. ഒരു ഡാമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഗൈഡ് ഫുഡ് കഴിക്കാനും അവരുടെ വീട് അവർ താമസിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ആ ഒരു ചെറിയ സമയം കൊണ്ട് ഗൈഡ് പറഞ്ഞു ഇങ്ങോട്ടേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു. പക്ഷെ നല്ല ആഴമുണ്ട്, നമുക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇറങ്ങാനും പറ്റില്ല. അപ്പം നമ്മളോട് പറഞ്ഞത് കാരണം നമ്മൾ അവിടെ ഇറങ്ങി ആ വ്യൂ പോയിൻറ്റിൽ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. അവിടെ ഓപ്പോസിറ്റ് നമ്മുടെ ലേക്കിൻ്റെ വ്യൂവും ഭയങ്കര രസമാണ് കാണാനും. സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ബാഗൊക്കെ വെച്ചു, എന്നിട്ട് ഇറങ്ങി കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കാണാൻ പറ്റുന്നത് നമ്മുടെ പറമ്പിക്കുളം ഡാമാണ്. അപ്പോൾ അത് പോയി കാണാം. അപ്പോൾ ആ പോകുന്ന വഴിക്കാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ആനയുടെ കരച്ചിൽ നമ്മൾ കേട്ടായിരുന്നു. അപ്പോൾ ഒന്ന് സൈഡാക്കി നോക്കിയപ്പം ഒരുപാട് ആനകളുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നമ്മൾ നമ്മുടെ മാനുകളെ കണ്ടു, പിന്നെ മയിലിനെ കണ്ടു. നമ്മൾ കൂടുതലായിട്ടും കണ്ടത് നമ്മുടെ മയിലും മാനും ആയിരുന്നു കേട്ടോ. ഒത്തിരി ഉണ്ടായിരുന്നു അവിടെ.
പറമ്പിക്കുളം ഡാം എത്തി. അങ്ങോട്ട് അലൗഡ് അല്ലായിരുന്നു, അവിടെ ഇത്തിരി പണികൾ നടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ അലൗഡ് അല്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു പോന്നു. മോർണിംഗ് വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. ഭയങ്കര മഞ്ഞ്, നല്ല തണുപ്പുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മെസ്സ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. നമുക്ക് ഗൈഡാണ് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നത്. അപ്പോൾ രാത്രിക്കത്തെ ഫുഡും അതുപോലെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവരുണ്ടാക്കി തരും. അപ്പോൾ രാവിലെ നമ്മൾ പൂരിയും വെജിറ്റബിൾ കറിയൊക്കെയാണ് കഴിച്ച്. ഇതാണ് നമ്മൾ ഗൈഡ് കേട്ടോ. ആൾ 24 years ആയിട്ട് ഈ ഒരു ഫീൽഡിലുണ്ടെന്നാണ് പറയുന്നത്. 2-3 ചെക്ക് ഡാമും അതുപോലെ ഒരു മെയിൻ ഡാമുമാണ് പറഞ്ഞത് അവർ. അപ്പം നമ്മൾ രാവിലെ നമ്മൾ പറമ്പിക്കുളം ഡാമിൻ്റെ ആ വഴി തന്നെയാണ് പോയത്. അനിമൽ സൈറ്റിംഗ് ഉണ്ടെങ്കിൽ അപ്പോൾ കാണാം എന്ന് നമുക്ക് വിചാരിച്ചു. അപ്പോൾ ആ റൂട്ട് അങ്ങനെ പോയി, നമ്മൾ പകുതി പോയി തിരിച്ച് റിട്ടേൺ. പിന്നെ നമ്മൾ പോയത് കന്നിമാര തേക്ക് കാണാനാണ്. ഈ കന്നിമാര ഈ തേക്കിലേക്കുള്ള വഴിയൊക്കെ എന്ന് പറയുന്നത് അത്യാവശ്യം ഭയങ്കര സ്ലോ ആയിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഭയങ്കര കല്ലും കട്ടയും ഒരു ഓഫ് റോഡ് പോലൊക്കെയാണ് നമ്മളെ വണ്ടിയിൽ പോകുമ്പോൾ. അപ്പോൾ വരുന്നവർ താറോ അല്ലെങ്കിൽ ജീപ്പോ അല്ലെങ്കിൽ ഇന്നോവയോ അങ്ങനെയൊക്കെ ആയിട്ട് വരിക. അപ്പോൾ നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. പക്ഷേ അവർ ഗൈഡ് പറയുന്നത് അങ്ങനെ നമ്മൾ റോഡൊക്കെ ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടിയൊക്കെ നല്ല സ്പീഡിലായിരിക്കും പോവുക. നമുക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനുള്ള ക്ഷമ ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ അടുത്ത മാൻകൂട്ടത്തിനെ കണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറേ മാൻകൂട്ടത്തിനെ കണ്ടായിരുന്നു. ഞാൻ ഇവിടെ 2-3 വീഡിയോസ് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. നല്ല ഫോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇനി ആലിമെൻസ് ഒക്കെ ഉണ്ട്, അത് പുലിയോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അത്രയ്ക്ക് ഫോഗ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ തേക്കിൻ്റെ അവിടെ എത്തി. ഇത് ചെറിയതിൻ്റെ ഒരു ഇൻഫർമേഷൻ ബോർഡാണ്. അതായത് 500 വർഷം പഴക്കമുണ്ടെന്നാണ് അവർ പറയുന്നത്. പിന്നെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 42.39 m ആണ്. അപ്പം അത്രയും വർഷത്തെ പഴക്കമുണ്ട്. പിന്നെ 1995 ആ ഒരു സമയത്താണ് ഇതിന് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ തേക്കായിട്ട് നമ്മൾ അവാർഡ് കിട്ടിയത്. ലാസ്റ്റായിട്ട് ഇവർ മെഷർ ചെയ്തതെന്ന് പറയുന്നത് 2022 അപ്പോൾ അങ്ങനെ ഇവർ ഇടയ്ക്ക് അത് മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട്.
ഫോട്ടോസ് എടുത്തു, തിരിച്ച് പോന്നു. തിരിച്ച് വന്നിട്ടാണ് നമ്മൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായയൊക്കെ കുടിച്ച് വേറൊരു ചെക്ക് ഡാമും കൂടെ കാണാനുണ്ടെന്ന് പറഞ്ഞു പോകുന്ന വഴിക്ക്. അപ്പോൾ അതും കൂടെ കാണാം. ഇനി ഇത് നമ്മുടെ നേരെ ഓപ്പോസിറ്റ്, നമ്മൾ സ്റ്റേ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വ്യൂ ആണ്. അവിടെ നിന്നും കുറേ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് നമ്മുടെ അടുത്ത ചെക്ക് ഡാം എന്ന് പറയുന്നത്. അവിടെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തില്ല, കാരണം 10 മണി അടുത്തായിട്ടുണ്ടായിരുന്നു. നമുക്ക് തിരിച്ചു പോരും വേണം. അപ്പം അധികം നിന്നില്ല അവിടെ, നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു. തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മളിത് ഈ ഒരാളെ കണ്ടത് കേട്ടോ. ആള് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഗൈഡ് പറഞ്ഞത് ആള് ഇവിടെ തന്നെ ഉള്ള ആളാണ്, കുറേ വർഷമായിട്ട് ഇവിടെ വന്ന് പോകുന്നൊരു ആനയാണ്, അധികം ഉപദ്രവിക്കാറൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, ഒറ്റയാനാണ്, അപ്പോൾ ഇത്തിരി പേടിയുണ്ടായിരുന്നു. കുറച്ച് നേരം ആളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പറമ്പിക്കുളത്തിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കമൻറ്റ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ എന്നുള്ള സ്ഥലം. അവിടെ നമ്മൾ ഇറങ്ങിയില്ല, കാരണം കഴിഞ്ഞ തവണ നമ്മൾ ഇറങ്ങിയായിരുന്നു. അതിലെടുത്തത് ഈ പന്നിക്കുട്ടന്മാരെ കണ്ടു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.